ഇവിടെ പിന്നെ കപ്പ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം കുറച്ച് 2 ദിവസം മുമ്പ് പറിച്ചു. ഇനിയിപ്പോൾ ഈ ഭാഗം കൊമ്പ് വെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കവയിൽ നമുക്കൊരു പണി പാളിയിട്ടുണ്ട്. ഇത് വിളവ് കുറവാണ്, അതുപോലെ തന്നെ കുറച്ച് ചരിഞ്ഞു പോയി. ഇത് കണ്ടോ, അത് മഴയ്ക്ക് ചരിഞ്ഞ് പിന്നെ അത് ശരിയായിട്ടില്ല. അങ്ങനെ ഒത്തിരി അവിടെ ഇവിടെയൊക്കെ കുറേ പോയിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ഭൂമി നമ്മൾ പാട്ടത്തിന് അല്ലെങ്കിൽ സ്ഥലം നോക്കുമ്പോൾ കുറച്ചും കൂടെ നീർവാർച്ച കൂടിയ സ്ഥലം നോക്കി എടുക്കുക. ഇത് പൊതുവേ ഞാനിത് എടുക്കുമ്പോൾ മൊത്തം കാട് മൂടി കിടക്കുമായിരുന്നു. ഇതൊരു പള്ളീൻ്റെ സ്ഥലമാണ്. എവിടെയാണ് മണ്ണ്, എവിടെയാണ് തറയുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. നല്ല ഹൈറ്റിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അരക്ക് മുകളിൽ കഴുത്തിന് അത്രയൊക്കെ കാടുണ്ടായിരുന്നു, വെള്ളിയും പുല്ലും എല്ലാം കൂടെ. അങ്ങനെ വെട്ടി തെളിച്ച് ഏതായാലും എടുത്തില്ല എന്ന് വിചാരിച്ച് കപ്പ നട്ടതാണ് ആദ്യത്തെ. അതൊരു പണി പാളിയതായിട്ടാണ് കാണുന്നത്. വിളവ് കുറവാണ്, പൊതുവെ വിലയും കുറവാണ്. അതുമല്ല, ആദ്യം കാടൊക്കെ വെട്ടി തെളിച്ച് നിലമൊരുക്കാൻ കുറച്ച് സംഖ്യ ചിലവുമായി. എല്ലാം കൂടെ ഒത്ത് നോക്കുമ്പോൾ നഷ്ടത്തിലേക്കാണ് ഇപ്പോൾ ഇത് വരിക. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവിടെ നനയ്ക്കാനുള്ളൊരു വലിയ സൗകര്യമൊന്നുമില്ല, ചെറിയൊരു കുഴിയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇനി മൊത്തത്തിൽ പച്ചക്കറി ഏതായാലും പയറിനൊക്കെ ഉള്ള തറിയൊക്കെ കൊടുക്കാനുള്ള തറി പുളക്കുമ്പായിട്ട് ഇതിലുണ്ട്. കുറച്ച് പയർ, വെണ്ട, വെള്ളരി, മത്തൻ, കുമ്പളം, അങ്ങനെ ഒരു മിക്സ് ഒരു 4 മാസത്തെ ഡ്യൂറേഷനിൽ ചെയ്യാൻ വേണ്ടി മഴ പെയ്തിട്ട് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരു 7 മാസം 8 മാസം പ്രായമുള്ള നമ്മുടെ ബർമ കപ്പ നടണം. അപ്പോൾ ഒരു കർക്കിടകം ചിങ്ങത്തിലായിരിക്കും കപ്പ നടുന്ന സമയം. എന്നാലും നമുക്ക് ആ ഒരു ഡ്യൂറേഷനിൽ 7 മാസം 8 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട കർഷക സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ തരാനുണ്ടെങ്കിൽ പറയണം. ഇതിൻ്റെ മേൽഭാഗമൊക്കെ വാഴയാണ്. പൊതുവെ നീർവാർച്ച വെള്ളം കെട്ടി നിൽക്കൊന്നുമില്ല, എന്നാലും തറ ഇച്ചിരി ഹൈറ്റ് കുറവായതുകൊണ്ടാണ് കപ്പയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഇനി അടുത്ത കപ്പ ചിങ്ങമാസത്തിൽ നട്ടിട്ട് വേനലോടുകൂടെ പറിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പം മൊത്തം വെള്ളം കൂടുന്നൊരു സമയം കഴിഞ്ഞതിന് ശേഷം, കർക്കിടകം കഴിഞ്ഞതിന് ശേഷം നടും. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സജഷൻ, എന്തെങ്കിലും അതല്ലെങ്കിൽ ഇന്ന കൃഷി വേറെ എന്തെങ്കിലും കൃഷി എന്നുണ്ടെങ്കിൽ, നമ്മൾ കൃഷിയിൽ ആരും അറിവ് തികഞ്ഞവരല്ല. പാളിച്ചകൾ പറ്റാം, സ്വാഭാവികമാണ്. ഇനി എന്തെങ്കിലും സജഷൻ തരാനുണ്ടെങ്കിൽ പറയണം. ഇത്രയൊക്കെയാണ് ഈ വർഷത്തെ കപ്പ കൃഷി ഇവിടുത്തെ അതുകൊണ്ടായിട്ട് കിട്ടിയത്. താങ്ക് യു.